ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലേസർ ബീം ഉണ്ടാവുക ശത്രു രാജ്യത്തിന്, അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന, നിശേഷം തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മിസൈൽ ഉണ്ടാവുക, അത് ഏതൊരു രാജ്യത്തിൻ്റെയും ആയുധപ്പുരയ്ക്ക് കൂടുതൽ ശക്തിയുള്ളതാക്കുന്നതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ഒരു മിസൈൽ നമ്മുടെ പക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിലോ, നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഏറ്റവും ശേഷിയുള്ള മിസൈലുകളേക്കാൾ, വെപ്പണുകളേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വെപ്പൺ കൂടി, അല്ലെങ്കിൽ അതിനോട് സമം നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലേസർ ബീമുകളെയൊക്കെ തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിസൈൽ സംവിധാനം നമ്മുടെ ആയുധപ്പുരയിലേക്ക് എത്തുകയാണെങ്കിലോ, എന്നാൽ അത്തരത്തിലുള്ള ഒരു വെപ്പൺ എത്തുകയാണ്, ഒരു മിസൈൽ എത്തുകയാണ് നമ്മുടെ ആയുധപ്പുരയിലേക്ക്, മറ്റെവിടെ നിന്നുമല്ല, അത് ബ്രിട്ടനിൽ നിന്നാണ്. നമുക്കറിയാം, ബ്രിട്ടൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നമ്മുടെ രാജ്യത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പല കരാറുകളിൽ ഒപ്പിട്ടു. വളരെ പ്രതീക്ഷാവഹമായിട്ടുള്ള കാര്യമായിരുന്നു ഇതെല്ലാം എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ ബ്രിട്ടൻ അംഗീകരിക്കുന്നു അല്ലെ. നമ്മളെ കാലാകാലങ്ങളോളം അടിമവാഴ്ചയ്ക്ക് വിധേയമാക്കിയിരുന്ന ഒരു രാജ്യം നമ്മളെ അംഗീകരിക്കുന്നു, നമ്മളുമായിട്ടുള്ള ഇടപാടുകൾക്ക് വരുന്നു എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ്. എന്ത് തന്നെ ആയാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും തന്നെ ഇപ്പോൾ ശത്രുതയൊക്കെ വെടിഞ്ഞുകൊണ്ട് എല്ലാവരുമായിട്ടും ചങ്ങാത്തത്തിലാകാനും വാണിജ്യം ഉറപ്പിക്കാനും അവരുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൽ ചില വിടുവായന്മാരൊക്കെ ഉണ്ട്. ഈ വിടുവായന്മാരുടെ കാര്യം നമുക്കറിയാലോ. എന്നാ പോട്ടെ പുള്ള എന്ന് പറയുന്ന പോലെ, അത് വല്ല വഴിയും നടന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, വായി തോന്നിയതൊക്കെ പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ, ആർക്കും ഒരു കേടുമില്ല. ആർക്കാ കേട് പറ്റിയത് സത്യത്തിൽ ഈ വിടുവായത്തരത്തിൽ? അതേ രാജ്യത്തിന് തന്നെയാണ്. പക്ഷേ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റു പല രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അങ്ങനെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് വരാൻ പോകുന്നു. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ മിസൈലാണ്. അത്തരത്തിലൊരു മിസൈലാണ് ബ്രിട്ടനിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മിസൈലായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിനായിട്ട് ലൈറ്റ് വെയിറ്റ് മൾട്ടി റോൾ മിസൈൽ സംവിധാനങ്ങൾ നൽകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കരാർ കൂടി ഈ ഒരു സഹകരണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വലിയ രീതിയിൽ, വിപുലമായ രീതിയിലുള്ള പ്രതിരോധ സഹകരണ കരാറാണ് ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കരാർ എന്തായാലും ബ്രിട്ടീഷ് പ്രതിരോധ വ്യവസായത്തിന് കൂടി പുതിയൊരു ഊർജം നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഒന്നൊന്നര കിടിലൻ സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അതായത് നിലവിൽ യുക്രൈനായിട്ട് ഈ മിസൈലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ഇന്ത്യയുമായിട്ടുള്ള കരാറിന്റെ ഫലമായിട്ട് 700-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ബ്രിട്ടൻ പറയുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിരോധ കരാറുണ്ടല്ലോ, ആ കരാർ എന്ന് പറയുന്നത് $46.8 കോടി മൂല്യമുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരില്ലേ, എന്താണത്? അപ്പോൾ ചോദിക്കും, DRDO പോലുള്ള സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള ഇന്ത്യൻ ഏജൻസികളെല്ലാം ഇത്തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നു, അവരുമായി സഹകരിച്ച് പല രാജ്യങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് പലതും നിർമ്മിക്കുന്നു, അവരുടെ രാജ്യത്ത് നമ്മളുമായി സഹകരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിർമ്മിക്കുന്നു, ഈ പറയുന്ന യുദ്ധോപകരണങ്ങളിലും പ്രതിരോധ ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ഈ ഒരു മിസൈൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വാങ്ങേണ്ട കാര്യം? എന്തിനാണ് ഇത്രയും മികവ് തെളിയിച്ച ഒരു ഏജൻസിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് എന്തിനാണ് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ ഈ കോടികളൊക്കെ മുടക്കിക്കൊണ്ട് ഈ മിസൈലുകളൊക്കെ വാങ്ങുന്നത്? സ്വാഭാവികമാണ്, ചോദ്യം ന്യായവുമാണ്. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു സാധനം അല്ലല്ലോ എപ്പോഴും വാങ്ങി വെക്കുക. നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ ഒരു കമ്പോളത്തിൽ കാണാം, ഒരു കടയിൽ കാണാം, ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്, ഈ സാധനം നമ്മൾ വാങ്ങില്ലല്ലോ എന്തായാലും. അപ്പം നമ്മൾ വാങ്ങണമെങ്കിൽ എന്തായിരിക്കണം? നമുക്ക് വളരെ ക്യൂരിയോസിറ്റിയുള്ള, അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള മറ്റൊരു അത്തരത്തിലുള്ളൊരു സാധനമായിരിക്കും.
ഒരേ സാധനം വീണ്ടും വീണ്ടും നമ്മൾ എന്തായാലും വാങ്ങില്ല. അപ്പൊ അത്തരത്തിൽ തന്നെയല്ലേ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ചെയ്യുക. വെറുതെ വിടുവായത്തരം പറഞ്ഞുകൊണ്ട് അത് തന്നെ ഇത് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പടച്ചു വിട്ടുന്ന വാർത്തകളിൽ കാര്യമില്ല. നമ്മൾ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാർട്ട് ലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു മിസൈലാണ് ഈ മാർട്ട് ലൈറ്റ് എന്ന് പറയപ്പെടുന്ന ലൈറ്റ് വെയിറ്റ് മൾട്ടി റോൾ മിസൈൽ. അതിനെ LLM എന്നാണ് ചുരുക്കപ്പേരിൽ പറയുന്നത്. അപ്പോൾ ഈ മിസൈല് ഭൂമിയിലും ആകാശത്തും ജലത്തിലും നിന്നുള്ള ഭീഷണികളെ നേരിടാനായിട്ട് ഏറ്റവും പ്രാപ്തമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആയുധമാണ്. അപ്പം 3 മേഖല ത്രിതലങ്ങളിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ മാർട്ട് ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് വെയിറ്റ് മിസൈൽ. മാത്രമല്ല ചെലവ് കുറഞ്ഞതുമാണ്, എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ മിസൈല് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം? സർഫസ് ടു എയർ വിഭാഗത്തിൽ ഉപയോഗിക്കാം, എയർ ടു എയറിൽ ഉപയോഗിക്കാം, സർഫേസ് ടു സർഫേസ് ഉപയോഗിക്കാം, എയർ ടു സർഫേസ് ദൗത്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ സായുധ വാഹനങ്ങൾ, ചെറുകിട ബോട്ടുകൾ, രഹസ്യാന്വേഷണ ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെയൊക്കെ തടയാനായിട്ട് ഈ മിസൈലിന് കഴിയുമെന്നാണ് പറയുന്നത്. വളരെ ഉയർന്ന തരത്തിലുള്ള ആക്രമണ ശേഷിയാണ്. നമ്മൾ പറയില്ല, ആക്രമിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നശിപ്പിച്ചിട്ട് ഇവനൊക്കെ പോരുകയുള്ളൂ, ഇവള് പോരുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ആക്രമിക്കാനായിട്ട് നമ്മൾ തൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ആ ചെന്ന് പതിക്കുന്ന സ്ഥലം അതെന്തിനെയാണോ നശിപ്പിക്കാൻ പോകുന്നത് അതിനെ താറുമാറാക്കിയിട്ട് ഇത് പോരുകയുള്ളൂ. മാത്രമല്ല ഇത്തരത്തിലുള്ള താറുമാറാക്കാൻ കഴിയുന്ന അതേസമയം നമുക്ക് എളുപ്പത്തിൽ, വളരെയധികം എളുപ്പത്തിൽ ഇതിന് ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അത് വളരെ നമുക്ക് ബെനിഫിറ്റ് അല്ല ഇത്തരത്തിലുള്ള ഒരു മിസൈൽ നമ്മുടെ കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടന്റെ തെയിൽസ് എന്ന് പറയുന്ന തെയിൽസ് എയർ ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പറയുന്ന മാർട്ട് ലൈറ്റ് LLM നിർമ്മിക്കുന്നത്. മിസൈലിന്റെ മറ്റു പതിപ്പുകളൊക്കെ ഉദാഹരണമായിട്ട് ഒരേ സമയം മിസൈലായിട്ടും ആളില്ലാ വിമാനമായിട്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ ആ ഒരു വിഭാഗത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ബ്രിട്ടനിൽ നടക്കുന്നുണ്ട്. എങ്ങനെ? ഒരേ സമയം മിസൈലായിട്ട് ഉപയോഗിക്കാൻ കഴിയണം, അത് ആളില്ലാ അതായത് വിമാനമായിട്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ മിസൈലിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഈ ഒരു മിസൈൽ നമുക്ക് ഉണ്ട്. ഇതിന്റെ പുതിയൊരു വേർഷൻ വരുമ്പോഴും നമുക്ക് നല്ലൊരു ബന്ധം ബ്രിട്ടനുമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംവിധാനം കൂടി നമുക്ക് വാങ്ങിക്കൂടെ എന്നുള്ളത് ഒരു ചോദ്യമാണ് അവിടെ. പിന്നെ ഈ പറയുന്ന മാർട്ട് ലൈറ്റ് മിസൈൽ ഉണ്ടല്ലോ, ആ മിസൈലിൽ ഉപയോഗിക്കുന്നത് ജാം റെസിസ്റ്റന്റ് ഗൈഡൻസ് സംവിധാനമാണ്. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ നാവിഗേഷനും സെമി ആക്റ്റീവ് ലേസർ ഹോമിങ്ങും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സ്ഫോടനം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് മാക് 1.5 വേഗതയിൽ പറക്കാൻ ശേഷിയുള്ള ഡ്യുവൽ പൾസ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് മോട്ടോറാണ് ഈ മിസൈലിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് സൈറ്റിംഗ് സിസ്റ്റം പുറപ്പെടുവിക്കുന്ന ലേസർ ബീമിനെ കൃത്യമായി പിന്തുടരാനായിട്ട് ഈ വേഗത സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2022 ഏപ്രിൽ മുതൽ ഉക്രൈൻ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ 2025 സെപ്റ്റംബറിൽ കഴിഞ്ഞുപോയി, സെപ്റ്റംബറിൽ ഏതാണ്ട് 650ഓളം ഈ മിസൈലുകൾ, അത്ര എണ്ണം യുക്രൈന് നൽകുമെന്ന് ബ്രിട്ടൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആയിരക്കണക്കിന് മിസൈലുകളാണ് ബ്രിട്ടൻ ഉക്രൈനെ കൈമാറിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ MI-28NB, KA-52M തുടങ്ങിയ ആക്രമണ ഹെലികോപ്റ്ററുകൾക്കെതിരെ മാർട്ട് ലൈറ്റ് മിസൈലുകൾ ഉക്രൈൻ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി ഇവിടെ ഒരു സാക്ഷ്യപ്പെടുത്തൽ വരുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററുകൾ L-370 വിറ്റെപ്സ്ക് എന്ന സ്വയം പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. ഇത് ഇൻഫ്രാറെഡ്, റഡാർ നിയന്ത്രിത മിസൈലുകളെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയും, തകർക്കാനോ ഒക്കെ കഴിയുന്ന തരത്തിലാണ്. അതായത് വല്ലാത്തൊരു സന്ദേഹം അവിടെ ഉണ്ടാക്കുന്നത്. എന്നാൽ മാർട്ട് ലൈറ്റിന്റെ ഈ SALH
സംവിധാനത്തെ ഈ സുരക്ഷാ കവചത്തിന് പ്രതിരോധിക്കാനായിട്ട് കഴിയില്ല. 8 കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിനുള്ളത് കേട്ടോ. 8 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഇതിന് തകർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും കരസേനയ്ക്കായിട്ട് സർഫേസ് ടു എയർ, സർഫേസ് ടു സർഫേസ് ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മാർട്ട്ലൈറ്റ് മിസൈലുകളാണ് വാങ്ങുന്നത്. ഭാവിയിൽ ഹെലികോപ്റ്ററുകളിൽ ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മിസൈലുകളും, അതായത് എയർ ടു എയറും എയർ ടു സർഫേസ് പതിപ്പുകളും നമ്മൾ വാങ്ങാനുള്ള പുറപ്പാടിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന് ചില പരിമിതികളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ലേസർ ബീമൊക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ സംവിധാനം കൂടി നമ്മുടെ സേനയുടെ ഭാഗമാകുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ശത്രുക്കളൊക്കെ കരുതിയിരുന്നു കൊള്ളുക. ഇത്തരത്തിൽ നമ്മൾ ആയുധപുര വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചൊറിയാൻ വന്നാൽ നിന്റെയൊക്കെ ഊപ്പാടിളക്കി വിടാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ആയുധപുരയിൽ സജ്ജമാണ്. അതിനെ കൂടുതൽ ശക്തിമത്താക്കുന്ന സംവിധാനങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.